അല്ലു അർജുൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു സ്റ്റാർ നാഷണൽ അവാർഡ് വിന്നറാണ്. പിന്നെ പുഷ്പ 1, 2 ഒക്കെ കണ്ടവർക്ക് ഈസ് ലൈക്ക് ഒരു മെഗാ സ്റ്റാർ ആണ്. അപ്പൊ പുള്ളിയുടെ കൂടെ പോയിട്ട് ഒരു ആഡ് ചെയ്യുക, അത് വെരി ചില്ലായിട്ട്, അതും എനിക്ക് തോന്നുന്നു അതിന്റെ ആഡിന്റെ ഒരു വൈബ് അങ്ങനെയാണല്ലേ. ഫ്രണ്ട്സ് വരുന്നു, ചില്ല് ചെയ്യുന്നു, ബൈക്ക് പരിപാടികളൊക്കെയാണ്. അപ്പൊ അതൊരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പൊ അല്ലു അർജുൻ എന്നുള്ളത് നമുക്ക് നാഷണൽ അവാർഡൊക്കെ കിട്ടുന്നതിന് മുന്നേ നമ്മൾ മലയാളികൾ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന, ഭയങ്കരമായിട്ട് ആരാധിക്കുന്ന ഒരു ബണ്ണി, ഹാപ്പി ഒക്കെ വരുന്ന സമയം മുതലേ നമ്മൾ ഡബ് ചെയ്ത സിനിമ നമുക്ക് പിന്നെയൊക്കെയാണ് ചെറുപ്പത്തിൽ നമുക്ക് അറിയുമല്ലോ. അപ്പൊ അങ്ങനെ പുള്ളിയെ ഭയങ്കര ഇഷ്ടമാണ് പണ്ട് മുതലേ. അപ്പൊ ഇങ്ങനെ ഒരു ആഡിന്റെ ഓപ്പർച്യൂണിറ്റി വന്നപ്പോ തന്നെ ഓക്കെ ഉറപ്പായിട്ടും. അപ്പൊ ഫസ്റ്റ് ഡേ പുള്ളിയെ ഷൂട്ടിന്റെ സമയത്ത് കണ്ടപ്പോൾ ഞാൻ അതുപോലെ പറഞ്ഞു മലയാളിയാണ്, കേരളം എന്നാണെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം അദ്ദേഹം ഇവിടെ വരുമ്പോഴൊക്കെ ഫാൻ ഫോളോയിങ് ഇത്ര കേരളത്തിൽ നിന്നാണ്. അപ്പോ മലയാളിയാന്ന് പറഞ്ഞാൽ ഇപ്പൊ സത്യം പറഞ്ഞാൽ ഇപ്പൊ ലാലേട്ടൻ, മമ്മൂക്ക, അല്ലെങ്കിൽ ഫാഫ, DQ, രാജുവേട്ടൻ, അങ്ങനെ കുറെ ആൾക്കാർ പോയിട്ട് മലയാള സിനിമയെ ഇപ്പൊ പാൻ ഇന്ത്യൻ ലെവലില്, ഇവര് മാത്രമല്ല, ഞാൻ പറഞ്ഞ മലയാള ടെക്നീഷ്യൻസ് ആണെങ്കിൽ എല്ലാവരും കൂടെ മലയാള സിനിമയ്ക്ക് ഇപ്പോൾ റെസ്പെക്ട് ഉണ്ട്. അപ്പൊ അത്